യാത്ര എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുപ്പതി അമ്പലത്തിലേക്ക്. അപ്പോൾ തിരുപ്പതി അമ്പലത്തിലേക്ക് പോകണമെന്നുള്ളവർ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ പോകുന്ന എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തിരുപ്പതിയിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ. ഫസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം. ടിക്കറ്റ് ഞാൻ 3 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. തിരുപ്പതിയിൽ അവരുടെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ എല്ലാ മാസവും 24-ാം തീയതി 24-ാം തീയതിയാണെന്ന് തോന്നുന്നു. 24-ാം തീയതി ആകുമ്പോൾ രാവിലെ ഒരു 9:30 അല്ല 10 മണി, കറക്റ്റ് 10 മണിയാകുമ്പോൾ ബുക്കിംഗ് തുടങ്ങും. 4 ലക്ഷം പേർക്ക് മാത്രമേ ആ ഒരു സമയത്ത് പെട്ടെന്ന് പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മെമ്പേഴ്സിനെയൊക്കെ ആഡ് ചെയ്ത് വച്ചേക്കുക. എന്നിട്ട് ആ ഒരു തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക. നിങ്ങളൊരു ഡേറ്റ് മനസ്സിൽ ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു ടൈമിൽ ബുക്ക് ചെയ്യുക. ഞാൻ ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കൊല്ലത്തു നിന്നാണ്. അതായത് എൻ്റെ വീട് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡയറക്റ്റ് അല്ല, കൊല്ലത്തുനിന്ന് ഇടവിട്ട് നമുക്ക് മീൻസ് ഞായറാഴ്ച ഇങ്ങനെയൊക്കെ ട്രെയിനുണ്ട് കൊല്ലം ടു തിരുപ്പതി. അപ്പോൾ അത് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ യാത്രയിൽ പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു ട്രെയിന് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ 30-ാം തീയതിയാണ് എനിക്ക് ദർശനം. അതായത് ഇപ്പോൾ ഇന്ന് 29-ആണ്. 29-ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു ട്രെയിൻ കയറി കൊല്ലത്തിറങ്ങുന്നു. കൊല്ലത്തുനിന്ന് 10:30 ആകുമ്പോഴത്തേക്കും തിരുപ്പതി ട്രെയിൻ കിട്ടും. അപ്പോൾ തിരുപ്പതി ഇന്ന് നമ്മൾ ഡയറക്റ്റ് പോകുന്നു. തിരുപ്പതി 30-ാം തീയതി എത്തുന്നു. 30-ാം തീയതി രാത്രി എനിക്ക് 10 മണി 10:30 എൻ്റെ ദർശന ടൈം, അതായത് അമ്പലത്തിലേക്ക് പോകാനുള്ള ടൈം. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തിരിച്ചിറങ്ങി 31-ാം തീയതി ഏകദേശം ഒരു 2:30-3 മണിക്കാണ് അവിടുന്ന് ഇങ്ങോട്ട് ട്രെയിന്. ഞാൻ 1-ാം തീയതി രാവിലെ തിരിച്ച് നാട്ടിലെത്തും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനിയെല്ലാം മുകളിലുള്ള പുള്ളിക്കാരൻ്റെ കൃപ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നടക്കണം. പിന്നെ ശബരിമല മാല ഇട്ടിട്ടുണ്ട്, ശബരിമല പോകുന്നുണ്ട്. ശബരിമല 41 ദിവസം വ്രതം എടുത്ത് പോകണം എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വൃശ്ചിക മാസം 1-ാം തീയതി. അപ്പം എല്ലാം ഇതിൻ്റെ ഒരു കൂട്ടായിട്ട് അതൊക്കെ പോട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോകാൻ ടൈമായി. ഇപ്പോൾ രാവിലെ 5-5:15 കാരണം ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ 6 മണി കഴിഞ്ഞിട്ടുള്ള ട്രെയിനാണ്. എന്നാൽ എനിക്ക് കാരണം കൊല്ലത്ത് പ്രോപ്പറായിട്ട് 10:30-ക്കൊന്നും ട്രെയിനില്ല. 8 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പണിയാവും. ആണ് ഞാൻ വിചാരിക്കുന്നത് രാവിലെ ഇറങ്ങാം. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 7:30-8 മണി 8:30-ക്കകത്ത് ഞാൻ കൊല്ലത്തെത്തും. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിലിരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും പറയാനുള്ള കാര്യം, തിരുപ്പതി നിങ്ങൾക്ക് 2 രീതിയിലേക്ക് പോകാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ 2 ദിവസം കളയേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് പോയിട്ട് ഇന്ന് രാത്രിയാണ് നിങ്ങൾക്ക് നാളത്തേക്കുള്ള ടിക്കറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് 30,000 പേർക്ക് എങ്ങാണ്ട് അവിടെ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കത്തില്ല. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ തിരുമലയിലാണ് റൂം എടുത്തത്. അതായത് തിരുപ്പതി എന്ന് പറയുന്നത് താഴെയും തിരുമല എന്ന് പറയുന്നത് മുകളിലുമാണ്. അതായത് ഭഗവാന്റെ അമ്പലം ഉള്ളത് തിരുമലയിലാണ്. അപ്പോൾ തിരുമലയിൽ എനിക്ക് റൂമും ബുക്കിംഗ് കിട്ടി. അപ്പോൾ അതും ഈ പറയുന്ന 40,000 പേർക്ക് മാത്രമല്ല, ഈ 40,000 റൂംസ് മാത്രമേ ഉള്ളൂ. അത് വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. അതെന്തോ ഭാഗ്യത്തിന് പുള്ളിയുടെ കൃപ കൊണ്ട് കിട്ടി. അപ്പോൾ അത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്നാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ഇപ്പോൾ 24-ാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം 3 തൊട്ട് 3:30 ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിനകത്ത് അക്കോമഡേഷൻ ഓൺ ആവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ബുക്ക് ചെയ്ത് കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. കാരണം റൂമൊക്കെ മിക്കപ്പോഴും എററാവും. ഇടയ്ക്ക് ഇത് നമ്മൾ സൈറ്റിനകത്ത് കയറി ബുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ ബാക്ക് അടിക്കുകയോ ചെയ്യണമെങ്കിൽ പിന്നെ വീണ്ടും ക്യൂവിലായിരിക്കും. പിന്നെ വീണ്ടും 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യുക. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വരുന്ന ഏതെങ്കിലും ഒരു മാസം ആ ഒരു ആപ്പിൻ്റെ വീഡിയോ ഇടാം. ആപ്പിൻ്റെ ഒരു ബുക്കിംഗ് ആ സമയത്ത് ഞാൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് സെക്കൻഡ് ടൈം ഇനി നോക്കട്ടെ, ഞാനൊന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ആപ്പിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടാം. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ടാറ്റ. അങ്ങനെ
മറ്റൊരു ട്രെയിനിൽ കയറി. അതായത് കൊല്ലത്തിറങ്ങി പരശുരാം എക്സ്പ്രസ് വഴിയാണ് കൊല്ലത്ത് വന്നത്. പരശുരാം രാവിലെ 6:15 തമ്പാനൂർ വന്നായിരുന്നു. 6:15 തമ്പാനൂരിൽ നിന്ന് എടുത്ത് 7:30 ആയപ്പോൾ, കറക്റ്റ് 7:30 ആയപ്പോൾ കൊല്ലത്തെത്തി. ഞാനിപ്പോൾ 7:30 ആയപ്പോൾ കൊല്ലത്ത് തിരുപ്പതിയിലേക്ക് പോകുന്ന ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വന്നിറങ്ങിയതിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇനി 10:30ക്കാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറയുന്നത് റൂം എടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ 1 മണിക്കൂർ റൂമില്ലേ റെസ്റ്റിംഗ് ടൈം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും വെളിയിൽ ഇരിക്കേണ്ടി വന്നേ. പക്ഷേ എന്തോ ഭാഗ്യമായിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ വിധിയുള്ളതുകൊണ്ടായിരിക്കും ഒരു ട്രെയിൻ കംപ്ലീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ട്രെയിനിൻ്റെ കോച്ചസൊക്കെ അത്യാവശ്യം നല്ല കോച്ച്, അത്യാവശ്യം നല്ല സീറ്റാണ്, നല്ലൊരു ആംബിയൻസ് ഉണ്ട്, ഫുള്ള് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെത് ഇവിടെയാണ്, ഈ 64 എൻ്റെത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എനിവേ ഇഷ്ടപ്പെട്ടു. എനിക്ക് അപ്പറായിരിക്കും വരുന്നത്, മുകളിൽ. മുകളിലും കൂടെ ഒരു ചാർജർ വെച്ചിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇവിടെ താഴെ ചാർജറുണ്ട്, അത് ഓക്കെ. ബട്ട് എനിക്ക് മുകളിലും കൂടെ, ഇതേപോലെ മുകളിലും കൂടെ ഒരു ചാർജർ ഇവിടെ വല്ല സോക്കറ്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നൈസായിരുന്നു. കാരണം ഒരു ദിവസത്തെ ട്രാവലിംഗ് ഉണ്ടേ. അങ്ങനെ ട്രെയിനിൻ്റെ സൈഡ് സീറ്റ് തന്നെ കിട്ടി, ഭാഗ്യം. സൈഡ് സീറ്റ് അപ്പർ തന്നെയാണ്. അപ്പോൾ ഇതിന് രാവിലെ 10:30 ആകുമ്പോൾ എടുക്കും. 10:30 നമ്മുടെ ടൈം. ഇത് നാളെ വെളുപ്പാങ്കാലത്തെ ഒരു 3:30-4 മണി, 3:30 ആകുമ്പോൾ തിരുപ്പതി എത്തും ഈ ട്രെയിന്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് റൂം എടുക്കുമോ അതോ രാവിലെ തന്നെ അങ്ങ് പോകുമെന്ന് അറിയില്ല. അതൊക്കെ പോകുന്ന റൂട്ടിൽ നമുക്ക് പറയാം എങ്ങനെയാണെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിൻ യാത്ര ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10:30 ആകുമ്പോൾ ഇതെടുക്കും. ഓൾറെഡി ഒരു ട്രെയിൻ യാത്ര കഴിഞ്ഞ് വന്നു തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ. ഞാൻ ബസ് എടുക്കാത്തത്, ബസ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ബ്ലോക്കൊക്കെ ആയിട്ട് ഒരു പക്ഷേ താമസിക്കുകയാണെങ്കിലേ ഈ ട്രെയിൻ അങ്ങ് പോവും. അപ്പോൾ പിന്നെ പണിയാവും. പിന്നെ ഈ പറയുന്ന രാവിലെ 8 മണിക്ക് വേറെ ട്രെയിനുണ്ട്, അതൊക്കെ എത്തുമ്പോൾ 10:20 ആവും. അപ്പോൾ പിന്നെ ഏറ്റവും പരശുരാമ തന്നെയാണ് ഓപ്ഷൻ എന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. കറക്റ്റ് 10:45 ആയപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 3 മണിയായപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ കൂടെ വരുന്ന ചേട്ടൻ എത്തിയിട്ടില്ല. പുള്ളി ഒരു
6 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ, 6-7 മണിക്കാകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ചുമ്മാ ഇരിക്കേണ്ട, അവിടെ തന്നെ AC റൂം മുകളിലുണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ 50 രൂപയാണ് ആ ഒരു ടിക്കറ്റ്. അപ്പോൾ അതെടുക്കാമെന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 50 രൂപ നമുക്ക് റെസ്റ്റ് എടുക്കാൻ നല്ലൊരു കംഫർട്ട് സോൺ കിട്ടും. നല്ലൊരു പ്ലേസാണ് കേട്ടോ. അതായത് ഒരു വലിയൊരു സോഫയാണ് ഇരിക്കുന്നത്. അതിലിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് അവർ പുതപ്പും തരുന്നുണ്ട്, പിന്നെ ഒരു ബെഡ്ഷീറ്റ് പോലെ ഒരു തുണിയും തരുന്നുണ്ട്. അത് മതി, 50 രൂപയ്ക്ക് 1 മണിക്കൂറൊക്കെ കിട്ടുന്ന തന്നെ ധാരാളം. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഫോണും കുത്തിയിരുന്നു. പിന്നെ എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. 6 മണിയാകുമ്പോഴാണ് എണീറ്റത്. അപ്പോൾ 6 മണിയായപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നന്നായിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പണി തീരുമ്പോൾ നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തിരുപ്പതിയിൽ വരും. കാരണം ഞാൻ ഷോക്കായി. കാരണം രാത്രി കണ്ട പോലെ അല്ല, രാവിലെ ഇറങ്ങിയപ്പോൾ വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. പിന്നെ ഇനി നടക്കണം, ഇനി നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസ് സ്റ്റാൻഡ്, അവിടെ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഒരു 600 മീറ്റർ അല്ലെങ്കിൽ ഒരു 700 മീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ അവിടെ നിന്നാണ് കുളിച്ചത്, അല്ലാതെ വേറെ റൂമൊന്നും എടുത്തില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കുളിച്ചു. എന്നിട്ട് അവിടെ നിന്നൊരു ഇഡലിയും സാമ്പാറും വടയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കൊള്ളത്തില്ല, സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ദുരന്തം ഇഡലി ഇതായിരുന്നു. അപ്പോൾ അത് ബോറായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇതാണ് ബസ്. ഇങ്ങനെ ബസ്, ഒരുപാട് ബസ് ഇവിടെ അവൈലബിൾ ആണ് ബസ് സ്റ്റാൻഡിൽ. 90 രൂപയാണ് നമുക്ക് തിരുമലയിലേക്ക് പോകാനായിട്ട്, തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകാൻ ഒരാളുടെ ടിക്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് റൂട്ട്. പോകുമ്പോൾ നല്ല ഒരു അമ്പലം കാരണം ഒരു ഡെവലപ്പായ ഒരു സിറ്റി. അപ്പോൾ ഇതാണ് നമ്മളാ പോകുന്ന മലയൊക്കെ കാണുന്നത്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ തന്നെ നമുക്ക് ആ മല കാണാൻ പറ്റും. ഒരു കാര്യം പറയാം, അമ്പലം കാരണം ഡെവലപ്പായൊരു സിറ്റിയാണത്. അത്ര വലിയ സിറ്റിയാണ് ഈ ഒരു തിരുപ്പതി എന്ന് പറയുന്നത്. പിന്നെ തിരുപ്പതി താഴെയും തിരുമലയാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അതായത് തിരുപ്പതി ടെമ്പിൾ എന്ന് നമ്മൾ പറയുന്നത് തിരുമലയിലാണ്. എറൗണ്ട് ഒരു 22-23 കിലോമീറ്ററിനകത്ത് കാണും ബസ്സിൽ പോകാനായിട്ട്. അത് ബസ് ഒരുപാട് ബസ്സുണ്ട്. തിരുപ്പതിയിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് AC ബസ് വേണോ, നോർമൽ ബസ് വേണോ, ഒരുപാട് ബസ്സുണ്ട്. ബസ്സും പോകുന്ന റൂട്ടും എല്ലാം വളരെ മനോഹരമാണ്. അതൊന്ന് എൻജോയ് ചെയ്ത് പോകാം. ഞാൻ AC അല്ല, സാധാ ബസ്സാണ് എടുത്തത്. അപ്പോൾ സാധാ ബസ്സിൽ കയറി ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, അതായത് ആ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ തന്നെ വേറെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ചെക്കിംഗ് ഉണ്ട്. ബസ്സിലല്ല, ഏത് വണ്ടിയിലാണ് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ചെക്കിങ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പോയി അവിടെ ഇറങ്ങി നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ്, കൊണ്ടുപോകുന്ന ബാഗൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ കാണിച്ചു തരാം. പിന്നെ തുടക്കത്തിൽ ഇങ്ങനെ ബസ് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വെള്ളച്ചാട്ടം അവിടെ ഒഴുകുന്നത്, അത് മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. പിന്നെ മുകളിൽ ആ ഒരു റോഡ് കണ്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. വളരെ സുന്ദരമായ റോഡുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സൈറ്റ് കുറച്ച് നിങ്ങൾ കണ്ടോളൂ. ഈ ഒരു ബസ്സിലെ കണ്ടക്ടറിൻ്റെ ജോലിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം കണ്ടക്ടർ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒന്നും കാണത്തില്ല. ഒരു പെർട്ടിക്കുലർ സ്റ്റോപ്പിൽ നിന്ന് കണ്ടക്ടർ കയറി ആ ടിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് ആ ഒരു പുള്ളി അവിടെ തന്നെ ഇറങ്ങിയിട്ട് ബസ് അങ്ങ് അടയ്ക്കും. കാരണം ഇനി അങ്ങോട്ട് വേറെ ആരും കയറത്തുമില്ല, നമുക്ക് ബസ് നിർത്തത്തുമില്ല ഒരിടത്തും. ഡയറക്റ്റ് തിരുമല തന്നെയാണ് നിർത്തുന്നത്. അപ്പോൾ ടിക്കറ്റ് ജസ്റ്റ് തന്നിട്ട് കണ്ടക്ടർ പോയി. അപ്പോൾ വളരെ ഈസി ഒരു ജോബായിട്ട് എനിക്ക് തോന്നി. കാരണം കണ്ടക്ടർ ഇല്ല ബസ്സിൽ, കാരണം ത്രൂ ഔട്ട് ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആ ചെക്കിങ്ങിൻ്റെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിടും ഈ ഒരു സ്പോട്ടിൽ ചെക്ക് ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇതേപോലെ ബാഗൊക്കെ കൊണ്ട് നേരെ അതുവഴി പോകണം. അതുവഴി പോയിട്ട് വീണ്ടും അതേ ബസ്സിൽ തന്നെ കയറണം. ബസ് വളരെ പെട്ടെന്ന് എടുക്കും. അപ്പോൾ ഒരുപാട് ടൈമൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവിടുത്തെ പെട്ടെന്ന് ഇറങ്ങിക്കോണം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് 1 വേ ആണ്. അതായത് ഒരു മലയെ അവർ ഈസി ആയിട്ട് 2 സൈഡായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകുന്നത് ഒരു 1 വേയും തിരിച്ചു വരുന്നത് മറ്റൊരു 1 വേയും ആണ്. അതുകൊണ്ട് ബസ്സിന് കാറിനൊക്കെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. കാരണം തിരിച്ചിങ്ങോട്ട് ഈ ഒരു വളവിലൊന്നും വണ്ടി വരുന്നതായിട്ട് ഒരു ടെൻഷനോ പേടിയോ വേണ്ട. ഒരു മല ചെയ്ത് വച്ചേക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. ഈ ഒരു മല അവർ മാക്സിമം ഫണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മലയുടെ സൈഡിലൊക്കെ സിമൻ്റൊക്കെ ഇട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ശബരിമലയിൽ പോകുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല മലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കമ്പയറിങ് ടു തിരുപ്പതി. കാരണം തിരുപ്പതിയിൽ ആ ഒരു
കാണുന്ന ഒരാൾക്ക് ആ റോഡായിക്കോട്ടെ, ആ ഒരു എഡ്ജസ് ആയിക്കോട്ടെ, എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ചെയ്ത് വച്ചേക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ തുടക്കം തന്നെ. ഞാൻ ആ ബസ് റൂട്ട്, കാരണം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് റീഫ്രഷ് ചെയ്താണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ കാണുമ്പോൾ വീഡിയോ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ മലയുടെ താഴെ അവർ ആ ചെയ്ത് വച്ചേക്കുന്നത് ആ കരിങ്കല്ലൊക്കെ വെച്ച് അടുക്കി പ്രോപ്പറായിട്ട് ഒരുപാട് ഏരിയയിൽ അവർ കവർ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ തിരുമലയിലെത്തി. ഒരു അരമണിക്കൂർ മാക്സിമം, അരമണിക്കൂർ ടു 45 മിനിറ്റ് അത്ര എടുക്കത്തുള്ളൂ മാക്സിമം. അതിനകത്ത് നമ്മൾ തിരുമലയിലെത്തി. ഇനി തിരുമലയിലെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഒരു മലയുടെ മുകളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു സിറ്റി ചെയ്ത് വച്ചേക്കുന്നത്. അതായത് ആ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമായിക്കോട്ടെ, റോഡായിക്കോട്ടെ, ആ ഒരു കെട്ടിടങ്ങളായിക്കോട്ടെ, ഇതൊക്കെ മലയുടെ മണ്ടയിലാണെന്ന് ഒരിക്കലും വിശ്വസിക്കത്തില്ല. പിന്നെ തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. രാവിലെയാണ് നമ്മൾ എത്തിയത്, ഒരു 7:30 ആ ഒരു ടൈമിൽ. അപ്പോൾ ഇന്ന് തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സൈഡിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരുടെ ട്രാവൽസ്, അവരുടെ പേഴ്സണൽ വണ്ടികൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഇത് വലിയ തിരക്കില്ലാത്ത ടൈമാണ്. ആലോചിച്ച് നോക്കുക, വലിയ തിരക്കില്ലാത്ത ഒരു വർക്കിംഗ് ഡേ ആണ് ഇത്രയും തിരക്കും ആളുകളൊക്കെ അവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് തിരുമല ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ അമ്പലത്തിലല്ല പോയത്. 6 ടെമ്പിൾസ്, തിരുപ്പതി പോകുന്നതിന് മുമ്പ് ഒരു 6 ടെമ്പിൾസ് ഉണ്ട്. ഭഗവാന്റെ പല അത്ഭുത ലീലകൾ നടന്ന സ്ഥലം, പിന്നെ ടെമ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 6 ടെമ്പിൾസ്. അപ്പോൾ ഈ ഒരു 6 ടെമ്പിൾസ് കാണാനായിട്ട് ഓരോ ബസ്സുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ശ്രീവരി പാഡ്ലു എന്ന് പറയുന്ന ഈ ഒരു ബസ്സിലേക്ക് കയറാൻ പറഞ്ഞു. 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ആ ഒരാൾക്ക് ടിക്കറ്റ് 120 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 6 സ്ഥലങ്ങളും കാണാം. അത് ഓരോ ബസ്സിലാണ് നമ്മൾ കയറാനുള്ളത്. അതായത് ഫസ്റ്റ് ഒരു ബസ്സിൽ കയറുക, ഈ ശ്രീവരി പാതുലുവിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ എല്ലാം സൈറ്റ് സീ ഒക്കെ കണ്ട്, അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ച് വന്നിട്ട് വേറെ ബസ്സിൽ കയറാം. ഈ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. പിന്നെ റോഡ്, മലയുടെ മുകളിലുള്ള റോഡ്, അതും കിടിലമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് മലയുടെ ഏറ്റവും ടോപ്പിലുള്ള റോഡാണിത്. 2 വരി കണ്ടോ, മലയുടെ ടോപ്പിൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സൈഡിൽ ഡാം കാണാൻ പറ്റും. ഡാമിൽ വരുന്ന റിസർവെയറും വെള്ളവും അവർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടെയൊക്കെയാണ് ഈ തിരക്ക് വരുന്ന സമയത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഫ്രീ ഷെഡുകളൊക്കെ ഈ ഒരു സൈഡിലും കാണാൻ പറ്റും. അതായത് അമ്പലത്തിൽ ഒരു 40,000-50,000 പേരൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 1,00,000 പേര് കൂടുതലൊക്കെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഷെഡുകളിലൂടെയാണ് ആൾക്കാരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം ആ ഒരു ഷെഡുകളുണ്ടെന്ന് നോക്കിയേ. കാരണം നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് ഒന്നും അല്ല പോകുന്നത്. ഇത് ശ്രീവരി പാത്ലു എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ വേറെ ഒരു പ്ലേസാണ്. അമ്പലത്തിൽ നിന്ന് മാറി ഒരു 4 കിലോമീറ്ററോളം 4-5 കിലോമീറ്ററോളം മാറിയാണ് പോകുന്നത്. എന്നിട്ട് ഇവിടെ ഷെഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവുകയാണ്. ബസ് ആ ഒരു ശ്രീവരി പാത്ലൂരിലോട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആ തുടക്കം. ഇനി ഫസ്റ്റ് ആ കാണുന്നതാണ് നമ്മൾ രണ്ടാമത് വരാനുള്ള സ്ഥലം. അത് ഡ്രൈവർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ബസ്സിലെ ഡ്രൈവർ നമ്മൾ രണ്ടാമത് വരുന്ന സ്ഥലം അതും. ഇപ്പോൾ പോകുന്നത് ആദ്യത്തെ ആ ഒരു ശ്രീവരി പാത്ലൂരിലാണ്.
ബസ് ശ്രീവരി പാറ്റ്ലൂർ എത്തിയിട്ടുണ്ട്. ഇതേപോലൊരു വലിയൊരു മലയുടെ ഏറ്റവും ടോപ്പാണ്, അതായത് തിരുപ്പതിയിലുള്ള ഏറ്റവും ടോപ്പസ്റ്റ് പ്ലേസാണ് ഈ ശ്രീവരി പാറ്റ്ലൂർ എന്ന് പറയുന്നത്. കുറേ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പ്ലേസ്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ബസ് ഇവിടെ നമ്മളെ ഇറക്കും. ബസ് ഇറക്കിയിട്ട് നമുക്ക് റാൻഡമായിട്ട് നടന്നു പോകണം. സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ശ്രീവരിപ്പാടലൂർ, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. ആ, മൊത്തം ആ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ശ്രീവരിപ്പാടലു, അതായത് ശ്രീഹരിപ്പാടലു എന്നൊക്കെ പറയും. അതായത് മഹാവിഷ്ണു ആദ്യമായിട്ട് തിരുമലയിൽ കാല് വച്ച സ്ഥലം, അതായത് തിരുപ്പതിയിൽ നമ്മൾ പറയത്തില്ലേ, തിരുപ്പതിയിൽ ഐതിഹ്യം പറയുന്നത് മഹാവിഷ്ണു മഹാലക്ഷ്മി മഹാവിഷ്ണുവിനെ വിട്ടു പോയതിന് ശേഷം ഭൂമിയിലേക്ക് ആദ്യമായിട്ട് മഹാവിഷ്ണു കാലെടുത്ത് വച്ചൊരു പ്ലേസ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്ലേസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ശ്രീവരിപ്പാട്ടിലു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് തുടക്കം വരുന്നത്. 73 സ്റ്റെപ്പ് കയറിയിട്ട് വേണം എത്താനായിട്ട്. 73 സ്റ്റെപ്പ് കറക്റ്റായിട്ട് പോകണം. അപ്പോൾ ഇവിടെ ചില ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഐതിഹ്യമല്ല, ചില വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ തേങ്ങയൊക്കെ ഉടച്ച് വിളക്ക് കത്തിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അണ്ണാ ഇത് എவ்வளோ റേറ്റ്? 50-50. ദീപാരാധന 50, തുളസി പുളി 50. ഇത് 50, അത് 50. ఓకే, ఇది ఎప్పుడు అన్న ఇది యూస్ పண்றது ఎప్పుడు? దేవునికి దీపం ఇక్కడ పెడతారు. తులసి పూలు పైన పాదాలకి వేస్తారు. కొంచెం తేంగా ఇక్కడ వెలిగించాలి. దీపం వెలిగించి కొబ్బరికాయ కొట్టాలి. తులసి పూలు మేళ దేవునికి 50 150 150 రూపాయలు సరి. விளக்கு 50, துளசி புல் இது 50, தேங்காய் 50. விளக்கு இங்கே ஏற்றிட்டு துளசி புல் மேலே தேவன் பாதாங்க. அப்புறம் தேங்காய் இங்கே விளக்கு இங்கே ஏற்றிட்டு தேங்காய் உடைச்சிட்டு துளசி புல் மேலே தேவன். தேங்காய் உடைச்சிட்டு மேலே கொண்டு வரணுமா? ஆ, உடைச்சிட்டு. हेलो वाते वाते ले लो. पूजा हम लोग कार्तिक मास में दिया जला गुरुवार नेत्र स्नान विशेष बालाजी विष्णु चरण पाद के ना गुरुवार आज नेत्र दर्शन विशेष दिया जला. तुलसी पू तुलसी లైన్ ఉంది అక్క లైన్ ఉంది లైన్
അത് മേളിൽ കൊണ്ടുപോകണം തോന്നുന്നു. അത് കൊള്ളാം. Chandan sandal, natural sandal, homemade Chandan sandal. Avalama, natural sandal, homemade sandal. दर्शन करो. ഇപ്പം താഴെ നിന്ന് നിങ്ങൾ തുളസി മാല, ഈ ഒരു തേങ്ങ ഇതൊന്നും വാങ്ങിച്ചില്ല, വിളക്കൊന്നും കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ വന്നിട്ട് 10 രൂപയ്ക്ക് തുളസി മേടിക്കാം. ഈ ഒരു തുളസി വാങ്ങിച്ച് ഭഗവാന്റെ പാദത്തിൽ വച്ചാലും മതി. ഇതാണ് പാദം ഉള്ള ആ ഒരു പ്ലേസ്. നമ്മളങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കാം. മുകളിലോട്ട് തിരക്ക് കാണുന്നുണ്ട്, കാരണം പതുക്കെ പതുക്കെ പോകത്തുള്ളൂ. താഴെ വലിയ തിരക്കൊന്നുമില്ല. ഈ ഗ്ലാസ് ഇട്ട് മൂടി വച്ചേക്കുന്ന ഈ ഒരു പ്ലേസാണ് ഭഗവാന്റെ പാദം പതിഞ്ഞ സ്ഥലം. അപ്പോൾ അത് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഫുള്ള് ഫോഗ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവിടുന്ന് കാണാൻ പറ്റി. കാരണം ക്യാമറയിൽ കുറച്ച് പാടാണിത് കിട്ടാനായിട്ട്. നമ്മൾ ഭഗവാൻ അർപ്പിച്ച തുളസിയൊക്കെ ഇവിടെ നിറയുന്ന സമയത്ത് അവർ തിരിച്ച് ഇങ്ങോട്ട് വരിയിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഒരു ലെവൽ കഴിയുമ്പോൾ അവർ നിറയുമ്പോൾ ഇങ്ങോട്ട് വാരിയിടും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മലകൾ കാണാം. ഇത് ഏറ്റവും ഹൈറ്റ് കൂടിയ ആദ്യത്തെ 7 മലയിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ 7ാമത്തെ മലയാണിത്. ഇവിടെ നിന്നാൽ നമുക്ക് തിരുപ്പതി കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് തിരുമല കാണാൻ പറ്റും. തിരുമലയുടെ ഫുൾ ദർശനമാണ് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ആ സ്വർണ്ണ കളറിലിരിക്കുന്നതൊക്കെയാണ് തിരുമല, അത് കാണാൻ പറ്റും. പിന്നെ പാദം, ഇതാണ് പാദം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ക്ലിയർ വ്യൂ കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഫുള്ള് ഫോഗി ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് താഴോട്ട് ഇറങ്ങുന്നത്. താഴെ ഇറങ്ങാനായിട്ട് തിരക്കില്ല, കയറാനായിട്ട് തിരക്ക്. രാവിലെ വന്നു കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ്, കാരണം തിരക്ക് കുറവായിരിക്കും. మామూలుగా నువ్వు పెట్టకూడదు. ఏమన్నా అమ్మటి ఇది కూడా పెడతాం.
ഏഴാമത്തെ മലയും ആദ്യത്തെ പ്ലേസുമായ ശ്രീവരിപ്പാടിലും കഴിഞ്ഞായിരുന്നു. പ്രാർത്ഥിച്ചു, ഭഗവാന്റെ കാൽപാദം കണ്ടു. ഇനി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി വന്ന വഴി അതേപോലെ താഴെ പോകണം. താഴെ പോയിട്ട് ആ ബസ് നമ്മളെ ഇറക്കിയ ആ ഒരു സ്പോട്ടുണ്ട്, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ വേറെ ബസ് വരും. ആ ബസ് കയറിയിട്ട് വേണം രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോവാൻ. അപ്പോൾ വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.